എക്കാലത്തെയും വലിയ പ്രതിരോധ ഇടപാടിനൊരുങ്ങുകയാണ് ഇന്ത്യ. ജർമ്മനിയുമായി ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത് അന്തർവാഹിനികൾക്കായുള്ള ഒരു വമ്പൻ കരാറാണ്. $8 ബില്യൺ അഥവാ 75,000 കോടി രൂപയാണ് പ്രൊജക്ട് 75I എന്ന കരാറിലെ ഇടപാട് തുക. ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 6 മുങ്ങിക്കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ജർമ്മനിയിലെ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസും ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനിയായ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സുമാണ് ഈ കരാറിൻ്റെ ഭാഗമായി കൈകോർക്കുന്ന വമ്പൻ കമ്പനികൾ. യൂറോപ്പിന് പുറത്തുള്ള ഒരു രാജ്യത്തിന് ആദ്യമായാണ് ജർമ്മനി അന്തർവാഹിനി നിർമ്മാണ സാങ്കേതികവിദ്യ കൈമാറുന്നത്. ഈ വർഷം ആദ്യം ന്യൂഡൽഹി സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ കരാറിൻ്റെ നീക്കുപോക്കുകൾ ആരംഭിച്ചത്. 17ഓളം അന്തർവാഹിനികളാണ് നിലവിൽ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്നത്. ഇവയിൽ 2 എണ്ണം മാത്രമാണ് ആണവ അന്തർവാഹിനികൾ. 3000 ടൺ വരുന്ന പ്രൊജക്ട് 75Iലെ 6 അന്തർവാഹിനികൾ 40 വർഷമായി സേവനത്തിലുള്ള റഷ്യൻ നിർമ്മിത സിന്ധുഘോഷ് ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് പകരമായാണ് എത്തുക. അടുത്തിടെ ചൈനയിൽ നിന്ന് 8 ഹാങ്ങർ ക്ലാസ് മുങ്ങിക്കപ്പലുകൾ പാകിസ്ഥാൻ വാടകയ്ക്കെടുത്തിരുന്നു. മേഖലയിൽ ചൈനയും മുങ്ങിക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ് ജർമ്മൻ സഹകരണം. മസഗൺ ഡോക്കിൻ്റെ നിലവിലെ ഓർഡർ ബുക്ക് ഏകദേശം 30,000 കോടി രൂപയാണ്. തൈസൺ ഗ്രൂപ്പുമായുള്ള കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഈ ഓർഡർ ബുക്ക് 1 ലക്ഷം കോടി രൂപ കവിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഡിഫൻസ് മേഖലയിൽ ഇപ്പോൾ തന്നെ നിക്ഷേപകരുടെ കണ്ണുള്ള ഓഹരികളിലൊന്നാണ് മസഗോൺ ഡോക്ക്. ഷിപ്പിംഗ് ഡിഫൻസ് മേഖലയിലെ ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ കമ്പനികളിലൊന്നായി മസഗോണിനെ വളർത്താൻ ഈ കരാർ സഹായമായേക്കും.